ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനിക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ വിഷ്ണു അറിയാതെ വിഷ്ണുവിന് ചെറിയ പാര വെക്കാനാണ് രാഘവേട്ടൻ ശ്രമിച്ചെങ്കിലും അതും വിഷ്ണുവിന് എന്താണ് ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ തന്നെ മാറുവാണ്. അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ നിങ്ങളുടെ കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വിഷ്ണുവിൻ്റെ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യം അതിന് വേണ്ടിയിട്ട് തീയതി കുറിക്കാനും സമയം കുറിക്കാനായിട്ട് ജോത്സ്യൻ വന്നില്ല. ആ ജോത്സ്യന് കിട്ടുന്ന പണിയാണ് ഏറ്റവും രസകരമായ പണി. അതായത് ജോത്സ്യനെ കാണുമ്പം തന്നെ ഇന്നൊരു കാര്യത്തിന് ആ ജോത്സ്യൻ വന്നതെന്ന് സത്യഭാമയുടെ വായിന്ന് അറിയുമ്പം തന്നെ നമ്മുടെ പൊന്നിയെ വിളിച്ച് നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്. എന്താ പറയുക, പൊന്നി ഒരു സ്പെഷ്യൽ ചായ തന്നെ ആയിക്കോട്ടെ. അതായത് വിഷ്ണുവിൻ്റെയും കാർത്തികയ്ക്കും ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കാൻ വന്നിരിക്കുവാണ് ജോത്സ്യൻ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ ചായ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പം പൊന്നി നല്ലപോലെ ഒരു ചായ കൊണ്ടുപോകുന്നുണ്ട്. അത് ജോത്സ്യൻ്റെ വയറ് കലക്കാനുള്ള ഔഷധ ഗുണങ്ങൾ ചേർത്ത് പൊന്നിച്ചേച്ചിയുടെ വകയുള്ള സ്പെഷ്യൽ ചായ തന്നെയാണ്. അതായത് ശാന്തി മുഹൂർത്തം മുടക്കൽ ചായ തന്നെയാണ് ഇന്ന് ജോത്സ്യൻ്റെ കൈ വന്നെത്തുന്നത്. അപ്പോൾ സത്യഭാമ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ സത്യഭാമ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഒരു ശാന്തി മുഹൂർത്തത്തിൻ്റെ മുഹൂർത്തം കുറിക്കുക. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ പറയുന്നുണ്ട് ശാന്തി മുഹൂർത്തത്തിന് നിൻ്റെ എൻ്റെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ ഇനി എന്തിനാ മുഹൂർത്തം കുറിക്കുന്നതൊക്കെ പറയുമ്പോഴാണ് വിഷ്ണുവിൻ്റെയും കാത്തിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞ് സത്യഭാമ ഒന്നും കൂടെ ഹൈലൈറ്റ് പറയുമ്പോഴത്തേക്കും എന്താണ് ഈ ജോത്സ്യൻ സമയം നോക്കാനായിട്ടിരിക്കുക. അപ്പം ജോത്സ്യൻ എന്താണ് ഈ ആഴ്ച തന്നെ സമയമുണ്ടോ നോക്കി പറയാനിരിക്കുന്ന ജോത്സ്യൻ്റെ മുന്നിൽ എങ്ങനെ ജോത്സ്യനെ പറഞ്ഞു വിടാമെന്നാണ് വിഷ്ണു കാത്തിരിക്കുന്നത്. പക്ഷേ രാഘവേട്ടൻ ചിന്തിക്കുന്ന കാര്യം വിഷ്ണു ഇവളെ മനഃപൂർവ്വം കെട്ടിക്കൊണ്ട് വന്നതായിരിക്കും എന്നാണല്ലോ രാഘവേട്ടൻ്റെ മനസ്സിലെ ചിന്ത. എന്നാൽ പിന്നെ അത് മുടക്കി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നാണ് രാഘവേട്ടൻ തിരിച്ച് പാര പണിഞ്ഞിരിക്കുന്നത്. അപ്പം ജോത്സ്യനോട് പറയുന്നുണ്ട് ഈ ചായ എടുത്ത് കുടിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ചായ കുടിക്കാനായിട്ട് ജോത്സ്യൻ എന്താണ് നോക്കിയിട്ട് കുടിക്കാം എന്ന് മട്ടിയിരിക്കുമ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് അല്ല ചായ കുടിച്ചിട്ടാകാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട് സത്യാമ്മ പറഞ്ഞാൽ ഇവിടെ ആരും അത് വിസമ്മതിക്കാറില്ല. അങ്ങനെ ഒരു കവളെടുത്ത് കുടിച്ചത് ജോത്സ്യൻ അത് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പോലും വയ്യ. കാരണം ഇനി ഉപ്പാണോ വിമ്മാണോ എന്താണെന്നറിയത്തില്ല. പക്ഷേ ലാസ്റ്റ് ജോത്സ്യൻ അത് കുടിച്ചിറക്കേണ്ട തന്നെ അവസ്ഥ വരുവാണ്. കാരണം എന്താ ജോത്സ്യൻ കുടിക്കാത്ത എന്ന രീതിക്ക് ചോദിക്കുമ്പം അത് കുടിച്ചിറക്കുവാണ്. എന്നിട്ട് വീണ്ടും അടുത്ത തീയതി നോക്കാൻ പറയുമ്പോഴത്തേക്കും എന്താണ് ഈ മാസത്തിൽ വല്ല ഡേറ്റ് ഉണ്ടോ എന്നാണ് നമ്മുടെ സത്യാമ്മ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയ്ക്കകത്ത് ഡേറ്റ് ഇല്ലാന്ന് തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തെ കവളിനകത്ത്. അപ്പോൾ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട് ഇനി ഓരോ തീയതി ഇനി അങ്ങോട്ടേക്ക് ഈ മാസം ഉണ്ടോ നോക്കുന്ന അനുസരിച്ച് ഓരോ കവൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ വേണം തീയതി നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മ എന്താണ് നല്ല മണ്ടിയെ പോലെ തല ആട്ടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ ചായ സംഭവിച്ചെന്നുള്ള കാര്യമൊന്നും സത്യാമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. പറയുന്നു അത് കുടിച്ചുകൊണ്ട് തന്നെ നോക്കാം അപ്പം 2 പണിയാവുമല്ലോ എന്ന് ഭയങ്കര രസത്തിൽ പറയുമ്പോൾ ലാസ്റ്റ് അയ്യോ എനിക്കിവിടെ നിന്ന് പോയാൽ മതി. അപ്പോഴത്തേക്ക് ലാസ്റ്റ് ജോത്സ്യൻ പറയും അതായത് ഓരോ കവളിനും ഓരോ രീതിയിൽ സിപ്പ് ചെയ്യേണ്ട വരുന്ന ആയപ്പോഴത്തേക്കും ജോത്സ്യൻ പരിപാടി അങ്ങ് നിർത്തി. ഈ മാസത്തേക്ക് നല്ല ദിവസമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും സത്യാമ്മയ്ക്കത് ഭയങ്കര ഞെട്ടലാണ്. ഈ പോകുന്ന ജോത്സ്യൻ്റെ പിറകെ തന്നെ പോയി വിഷ്ണു എന്താണ് ജോത്സ്യൻ നല്ല രീതിയിൽ ഒരു കൈമടക്ക് കൊടുക്കുവാണ്. കാരണം എന്താണ് തിരുമേനി നിന്ന് എന്നെ രക്ഷിച്ച് ഇതെൻ്റെ സന്തോഷം വേണ്ടി ഇരിക്കട്ടെ, തിരുമേനി എൻ്റെ പൊന്നല്ലേ മുത്തല്ലേ എന്നിട്ട് തിരുമേനി എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തില്ലാന്നേ ഉള്ളൂ. അത്രയ്ക്ക് രീതിക്ക് അത് വിഷ്ണു സ്നേഹപ്രകടനം നടത്തിയാണ് തിരുമേനിക്ക് പൈസ കൊടുത്ത് വിടുന്നത്. ഇന്ന് ഈ ഒരു കാര്യം മേളിൽ നിന്ന് ശ്യാമ കാണുമോ, കാരണം ഈ പൈസ കൊടുത്ത് വിടുന്നത്. ഉടനെ ശ്യാമ എന്താണ് ബെഡ്റൂമിൽ നിന്ന് വിഷ്ണുവിൻ്റെ ബെഡ്റൂമിൽ കയറി ചെന്നപ്പം കണ്ട് കാർത്തികയുടെ ആ താലി എടുത്ത് അണിയുന്നതും സംശയം അമ്മയ്ക്ക് തോന്നണ്ട എന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞതും വിഷ്ണുവേട്ടൻ ആണെങ്കിൽ ശ്യാമയെ കണ്ടതുമുള്ള ഒരു വെപ്രാളവും ഒരു പരിങ്ങലും എല്ലാം കൂടെയും ഇപ്പം എന്താ ജോത്സ്യന് ശാന്തി മുഹൂർത്തം മുടക്കാനായി വിഷ്ണുവേട്ടൻ തന്നെ കാശും കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ശ്യാമയ്ക്ക് കുഞ്ഞേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാൻ തന്നെ തോന്നുകയാണ്. അങ്ങനെ ഉടൻ തന്നെ ശ്യാമ എന്താണ് ഫോൺ വിളിച്ച് കുഞ്ഞേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യം പറയുമ്പം ഷാനിക്ക് ഒരു ചെറിയ രീതി ആശ്വാസമൊക്കെ ആവുന്നു, സമാധാനമാണ്. കാരണം എന്തൊക്കെയോ ഷാനി ഉദ്ദേശിച്ച പോലെ തന്നെ ഇതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യം എല്ലാം കേട്ടിട്ട് ഈ ശാന്തി മുഹൂർത്തമൊക്കെ ഇനിയും വീണ്ടും എന്താണ് ഈ ഒരു ഡേറ്റ് കുറിക്കാതൊന്നും ഇരിക്കത്തില്ല. ആ ആശങ്കയും കൊണ്ട് നേരെ ഈ കാർത്തിക മുറ്റത്തിങ്ങനെ പുറത്ത് ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർത്തിക്ക് ഈ മധുശ്രീയുടെ കോൾ വരുന്നത്. ഈ സമയം ശ്യാമ എന്താണ് ഈ കോൾ വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മധുശ്രീയാണ് വിളിക്കുന്നതൊന്നും ശ്യാമയ്ക്ക് അറിയത്തില്ല. കാരണം ശ്യാമ മേലത്തെ നില നിൽക്കുവാണ്. ഇവൾ ഫോണിൽ സംസാരിക്കുന്ന മാത്രമേ ഈ ശ്യാമ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും എന്താണ് ഇവർക്ക് എടുത്തിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മധുശ്രീ പറയുന്നത് നീ എന്താ ഇത്ര ഉഷാറിൽ സംസാരിക്കുന്നത്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പം പിന്നെ നിനക്ക് ഞാൻ വിളിക്കുമ്പോൾ സന്തോഷം വേണ്ടി അതെന്താ കാർത്തിക നിനക്ക് അത്ര സന്തോഷമൊന്നും ഇല്ലാതെ. അങ്ങനെ കാർത്തിക ഇവിടുത്തെ കാര്യങ്ങൾ ചെറിയൊരു ഇൻഫർമേഷൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഞാൻ പുറത്തിരിക്കുക എന്നുള്ള രീതിയിൽ കാർത്തിക ചെറിയ രീതിയിൽ പറയുമ്പോഴത്തേക്കും ഇവിടെ പറയുന്നത് നമുക്ക് 2 പേർക്കും ഒന്ന് കണ്ടേ പറ്റത്തുള്ളല്ലോ. പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും കാർത്തികയ്ക്ക് മധുശ്രീയെ നേരിട്ട് കാണാൻ ഭയങ്കര പേടിയാണ്. കാരണം ഇനി അടുത്ത എന്ത് പുകിലാണ് ഒപ്പിക്കാൻ പോകുന്നതെന്നുള്ള ടെൻഷൻ ഇരിക്കുമ്പോൾ മധുശ്രീൻ്റെ ആ ഒരു ക്ഷണനം അങ്ങ് അവോയ്ഡ് ചെയ്യാനായിട്ട് കാർത്തിക പല രീതി അങ്ങ് ശ്രമിക്കുക. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. കാണണമെന്ന് മധുശ്രീ തീരുമാനിച്ചാൽ കണ്ടേ പറ്റത്തുള്ളൂ. നീ
ഇങ്ങോട്ടേക്ക് വരുന്നോ അതോ ഞാൻ നിൻ്റെ അച്ഛനെയും വീട്ടുകാരെയും അതുപോലെ തന്നെ ജയശങ്കറിനെയും കൂട്ടിക്കൊണ്ട് നേരെ സത്യഭാമയുടെ വീട്ടിൽ വന്നു. സത്യഭാമയുടെ കയ്യിൽ ഇപ്പോഴും ആ റിവോൾവർ നല്ലപോലെ സൂക്ഷിച്ച് മിനുക്കിയെടുത്ത് ഇരിപ്പുണ്ട്. നിനക്ക് ഏതാ സൗകര്യം എന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഇനി ഇത്ര നിമിഷത്തിനകം വെച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് വരും. കാരണം ജയശങ്കറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. നീ മധുശ്രീയുടെ കാര്യത്തിൻ്റെ സ്വഭാവം ഒന്നും നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഇവിടെ അങ്ങ് ടെൻഷനായിട്ട് അവിടെ കാറിന് നിൽക്കുന്ന ഡ്രൈവറോട് ചോദിക്കുവാണ്, ഈ മധുശ്രീ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാനുള്ള വഴി എങ്ങനെ? കാരണം ഇവർക്ക് ഈ സ്ഥലം ഒന്നും വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കും അത് മാഡം കാർ എടുക്കട്ടെ, ഇതാ അങ്ങനെയാണ് പോകേണ്ടതെന്ന് അവൻ റൂട്ട് പറയുമായിരുന്നു. അപ്പോഴത്തേക്കും എന്താണ്, അല്ല കാർ വേണ്ട, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്നിട്ട് ആരും കാണാതെ ഇവിടെ ഓട്ടോ പിടിച്ച് പോകുന്നതാണ് നമ്മുടെ ശ്യാമ ശ്രദ്ധിക്കുന്നത്. അപ്പം ശ്യാമ ഇതും കേട്ട് ഇവിടെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഡ്രൈവറോട് ചോദിക്കുന്ന കാര്യവും കേട്ട് ഉടൻ തന്നെ ശ്യാമ എന്താണ് ഈ കാര്യം നേരെ ശാലിനിയെ വിളിച്ച് പറയുന്നത്. കാരണം ഇവളെ എങ്ങോട്ടേക്ക് ആരാ വിളിച്ചെന്ന് അറിയത്തില്ല കുഞ്ഞേച്ചി, പക്ഷേ ഇവളെങ്ങോട്ട് ധൃതി പിടിച്ച് ഓടി പാഞ്ഞു പോകുന്നു. കാരണം ഇവൾ ഭയങ്കര മിടിക്കുക. കാരണം വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ വെച്ച് ആ താലിയുടെ കാര്യത്തിൽ തന്നെ എങ്ങനെയൊക്കെ ഇവളാണ് എന്താണ് ഉടായ്പൊക്കെ കളിച്ച് നിന്നത്. അവൾക്ക് ഉദ്ദേശിച്ചതിനേക്കാളും വളരെ സ്മാർട്ടായിട്ട് തന്നെയാണ് കാർത്തിക. പക്ഷേ കാർത്തികയ്ക്ക് ഈ നാട്ടിൽ ആരെ കാണാനാ കാർത്തിക വന്നിരിക്കുന്നുള്ള കാര്യം അറിയണം. ഇവൾ എവിടെ നിന്നാണ്, ഇവളുടെ ഊര് ഏതാ, അഡ്രസ്സ് ഏതാ, ഇവളുടെ യഥാർത്ഥ പേര് തന്നെ കാർത്തിക എന്നൊക്കെ ആണോ, ഈ ഡൗട്ടൊക്കെ നമ്മുടെ മനസ്സിരിക്കുന്നെങ്കിൽ ഇന്ന് അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ആകും കുഞ്ഞേച്ചി ബാ അവൾ ഈ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, കുഞ്ഞേച്ചി അങ്ങോട്ടേക്ക് വരത്തില്ല, ഞാൻ അവളുടെ പിറകെ തന്നെ പോകുന്നതിൽ ശ്യാമ നേരെ തന്നെ ഇവളുടെ പിറകെ പോകാനായിട്ട് അങ്ങ് തീരുമാനിക്കുവാണ്. ഈ കാർത്തിക മധുശ്രീ പറഞ്ഞ സ്ഥലത്ത് തന്നെ പോയി മധുശ്രീനെ അങ്ങ് നേരിട്ട് കാണും. അപ്പോൾ മധുശ്രീയും കാർത്തിക നേരിട്ട് എന്താണ് അവിടെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മധുശ്രീയുടെ കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ കാറിൻ്റെ അടുത്ത് നിന്നായി സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും മധുശ്രീ ചോദിക്കുക, ആ എന്തായാലും പറഞ്ഞ പോലെ വന്നല്ലോ, ആ പേടി വേണം, അതായത് തമിഴാണ് പറയുന്നത്, അന്ത ഭയം വേണമെന്ന് പറയും, പറയുന്ന കാര്യം അങ്ങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങ് ഫോളോ ചെയ്യണം, അത്ര പേടി എൻ്റെ പുറത്ത് വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കാർത്തിക്ക് ഭയങ്കര അങ്ങ് മുഖം പാട്ടലും കാര്യമൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും കാർത്തിക ചോദിക്കുവാണ്, എന്തിനാ എന്നോട് കാണണമെന്ന് പറഞ്ഞു, അത് ആദ്യം പറ, അത് നീ ഇത്ര ടെൻഷൻ ആവണ്ട, എല്ലാത്തിനും സാവകാശം, കൂൾ കൂൾ മെല്ലെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർത്തിക് എന്താണ് അത്ര രീതി മധുശ്രീയുടെ ആ ഒരു ഭാവവും ആ ഒരു സംസാരം ഒന്നും അത്ര പിടിക്കുന്നില്ല. അപ്പോഴത്തേക്കും മധുശ്രീ പറയാം, എന്താ നീ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യമൊക്കെ എന്താ, നീ പറ, എന്നെക്കൊണ്ട് വല്ല സഹായം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സഹായം ചെയ്തു തരാം. അപ്പോഴത്തേക്കും ചിന്തിക്കുക, ഓ ഇവിടെ ചെയ്യുന്ന ഉപദ്രവം തന്നെ ധാരാളം, ഇനി അവൾ അതിനകത്ത് സഹായം ചെയ്യാൻ പോകുന്നതൊക്കെ ഈ കാർത്തിക മനസ്സ് ചിന്തിക്കുമ്പോഴത്തേക്കും മധുശ്രീ പറയുന്നുണ്ട്, ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നിനക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, നിൻ്റെ അച്ഛനും ആൾക്കാരൊക്കെ നിന്നെ തേടിത്തന്നെ നടക്കുന്നത് ഇപ്പോഴും നിർത്തിയിട്ടില്ല, നിൻ്റെ കാമുകനുള്ള അവൻ പ്രാന്തനെ പോലെ നിന്നെ അന്വേഷിച്ച് തന്നെ നടക്കുന്നു. ഇതേവർ പറഞ്ഞു തീരുന്നില്ല. ഈ പറയുന്ന കാമുക ജയശങ്കർ എന്താണ് ഈ ഫോട്ടോയും കൊണ്ട് നേരെ എന്താണ് ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വീണ്ടും പഴയ പോലെ തന്നെ ഇവർ നിൽക്കുന്ന റോഡിൻ്റെ അതേ ഭാഗത്തേക്ക് തന്നെ ഇവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ചോദിക്കുവാണ്, റോഡിൽ കൂടെ നടന്നു ചോദിക്കുക, ഈ പെണ്ണിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ പെണ്ണ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ ശാലിനിയുടെ കാറ് കറക്റ്റ് അവിടെ വന്ന് ശാലിനി എന്താണ് ശ്യാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഇന്ന ജംഗ്ഷനിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകുന്നല്ലേ ഇരുന്നത്. സമയത്ത് എന്താണ് ശാലിനി അവിടെ കാറ് കൊണ്ടുവന്നിട്ട് കാറിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുന്നതും നേരെ കാണുന്ന മധുശ്രീയും കാർത്തികയും തമ്മിൽ സംസാരിക്കുന്നവരും. അപ്പോൾ എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യം ശാലിനിക്ക് ഭയങ്കര എന്താണ് അമ്പരപ്പാവാണ്. അപ്പോഴത്തേക്കും ശാലിനി നിൽക്കും, ഓ നീ ആയിരുന്നല്ലേ ഇതിൻ്റെ പിറകിലൊക്കെ ഉള്ള കാര്യം, അപ്പം നിൻ്റെ ചരട് വലിക്കനുസരിച്ചാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്, എന്തായാലും കൊള്ളാം മധുശ്രീ എന്ന് ശാലിനി അവിടെ അവളെ നോക്കി ദേഷ്യത്തിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇവൾമാർ രണ്ടുപേരും ശാലിനി വന്നതോ നിൽക്കുന്നതോ ഒന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും ശാലിനിയുടെ ആ സൈഡിൽ കൂടെ തന്നെയാണ് ഈ പറയുന്ന എന്താണ് ജയശങ്കർ ഈ ഫോട്ടോയും പിടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ വ്യക്തിയായിട്ട് ചോദിച്ചുകൊണ്ട് വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ഇവർ രണ്ടുപേരും മധുശ്രീയും കാർത്തികയും തമ്മിൽ സംസാരിക്കുക. അപ്പം കാർത്തികയോട് ഇവൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിനക്കൊരു കാര്യം ഉപദേശിക്കട്ടെ, നിൻ്റെ ടെൻഷനൊക്കെ മാറാനായിട്ട് കൂളായിട്ട് നിൻ്റെ അച്ഛൻ ഇപ്പോഴും നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ നിനക്ക് ഞാൻ ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ നിന്നെ ഒരു കാര്യത്തെ ഉപദേശിക്കാം. അത് മറ്റൊരു കാര്യമല്ല, നിൻ്റെ അച്ഛന് നീ പറയുന്ന നിൻ്റെ കാമുകന് ഒട്ടും താല്പര്യമില്ല, നിൻ്റെ ഹർഷൻ ഇനി വന്നാലും നിൻ്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും എന്നുള്ള കാര്യം അറിയത്തില്ല. ഇതുപോലെ തന്നെ പേടിച്ച് എത്ര കാലം നീ ഓടി ഒളിക്കും, അതിനൊന്നും പറ്റത്തില്ല. നിനക്ക് സേഫായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം എന്ന രീതിയിൽ ഇപ്പം വിഷ്ണുവിൻ്റെ വീടുണ്ട്, പിന്നെ കൂട്ടിന് ഞാനുമുണ്ട്, അതൊക്കെ ഓക്കെ തന്നെ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അമേരിക്കയിലെങ്ങാനും പോയിരിക്കുന്ന ഹർഷൻ തിരിച്ച് പണക്കാരനായിട്ട് ഇവിടെ വന്ന് അവൻ്റെ കൂടെ രാജകുമാരായിട്ട് ജീവിച്ചാൽ ആയി. ഉള്ള ഒരു സിറ്റുവേഷനകത്ത് ഇനി എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി നീ എന്തിനാ നിന്റെ സമയമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുന്നത്? നീ നല്ല യങ് അല്ലേ കാർത്തികേ, നിനക്ക് വിഷ്ണുവിനെ കല്യാണം കഴിച്ചിരിക്കുമല്ലേ നീ, അപ്പോൾ അതങ്ങ് കല്യാണ നാടകം മാറ്റി അത് യഥാർത്ഥ കല്യാണമായി തന്നെ നിനക്ക് തുടരുന്നതല്ലേ നല്ലത്. കാരണം സത്യഭാമയുടെ ഇട്ട് മൂടാനുള്ള സ്വത്തിൻ്റെ ഏക മകനാണ് വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ സത്യഭാമയ്ക്ക് അത്രയ്ക്ക് പ്രാന്താണ്. അപ്പോൾ ആ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് ഇപ്പം തൊട്ട് തന്നെ രാജകുമാരിയെ പോലെ തന്നെ ജീവിക്കുന്നതല്ലേ നല്ലത്. ഇനി എന്നോ രാജകുമാരി ആകാനായി കാത്തിരിക്കുന്നതാണോ
ഇപ്പോഴേ രാജകുമാരൻ ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുമ്പോഴത്തേക്കും ഇത് കേട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യം വരുമ്പോഴത്തേക്കും ഇവളെന്താണ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മധുശ്രീ അങ്ങ് പേടിച്ചു കൊടുക്കും. കാരണം ഇവളെന്താണ് ഇങ്ങനെ പ്രതികരിക്കും. നിങ്ങൾ ആരാ എന്നെ ഈ കാര്യത്തിനകത്തൊക്കെ ഉപദേശിക്കാൻ? നിങ്ങൾക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉള്ളത്? ഞാൻ ഹർഷന് വേണ്ടി കാത്തിരിക്കണോ വേണ്ടതെന്നൊക്കെ ഞാനാണ് തീരുമാനം. അപ്പോൾ ഇവർ ഈ ദേഷ്യഭാവവും കാര്യങ്ങളും ഈ കൈയെടുത്തുള്ള ഈ ഒരു ആക്ഷൻസും കാണുമ്പോൾ ശാലിനി അവിടെ നോക്കുക. അപ്പോൾ ഇവൾ യഥാർത്ഥത്തിൽ മധുശ്രീയുടെ ആളല്ലേ? അങ്ങനെ ആളാണെങ്കിൽ ഇവളെന്തിനാ മധുശ്രീയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അത്ര രമ്യതയിലല്ലോ സംസാരിക്കുന്നത്. ഒന്നും മനസ്സിലാവും ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ കാര്യമുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പറയുകയാണ് ആ കൂൾ കാർത്തിക കൂൾ കൂൾ, നമ്മൾ തമ്മിൽ എന്തിനാ പിണങ്ങാനും ദേഷ്യമൊക്കെ നിൽക്കുന്നത്? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഞാൻ നിനക്ക് നല്ലൊരു ഉപദേശം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി കിട്ടാൻ പോകുന്ന ലൈഫിന് വേണ്ടി കാത്തിരിക്കുന്നേക്കാളും മധുശ്രീയുടെ പോളിസി കിട്ടിയ ലൈഫിനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം. എന്നെ കണ്ടില്ലേ എന്തൊരു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താൽ ജീവിക്കുന്നത്. പിന്നെ എന്തായാലും ഞാനാണ് ആ പറയുന്ന വിഷ്ണുവിൻ്റെ ഭാര്യയുടെ കയറി വരാൻ ഇരുന്നത്. എൻ്റെ സ്ഥാനമാണ് നീ ഇപ്പം തട്ടി പറിച്ചിരുന്നത്. അത് മാത്രമല്ല, നീ ഈ വിഷ്ണുവായിട്ടുള്ള നിൻ്റെ വിവാഹം തന്നെ ഒരു വലിയൊരു വമ്പിച്ച ഡ്രാമ അല്ലേ? ഇതൊന്നും സത്യഭാമയുടെ മുന്നിൽ അറിയാതിരുന്നാൽ മാത്രമേ നിനക്ക് അവിടെ സത്യഭാമയുടെ വീട്ടിൽ സ്ഥാനമുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് മാത്രമേ നിനക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടേക്ക് തിളയ്ക്കാൻ നീയും നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് ഈ കാർത്തിക് അങ്ങ് അടിച്ചൊതുക്കുവാണ് ഈ മധുശ്രീ. അപ്പോഴത്തേക്കും കാർത്തിക് എന്താണ് അങ്ങ് പമ്മുവാണ്. അപ്പം പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ഞാൻ പറയുന്ന ആയിരിക്കണം ഇനി സത്യഭാമയുടെ വീട്ടിൽ നീ ചെയ്ത് പ്രവർത്തിക്കേണ്ടതൊക്കെ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ നിനക്ക് സമ്മതമല്ലോ ചോദിച്ചിട്ട് ലാസ്റ്റ് രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന കാണുമ്പോഴത്തേക്കും ഷാൽ നോക്കുക ഇതെന്തോ ഇപ്പം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ആൾ തന്നെയാണോ? ഒന്നും മനസ്സിലാവുന്നില്ല ദൈവമേ. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഒരു മിസ്റ്ററി ഉണ്ടല്ലോ. എന്താണ് ഇവർക്ക് തമ്മിലുള്ള രഹസ്യം? എന്തൊരു ഗൂഢതന്ത്രം ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. പക്ഷേ എന്താണോ ആ കഥ എന്ന് അറിയത്തില്ല എന്ന് ശാലിനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാലിനിയുടെ തൊട്ടടുത്ത് തന്നെ ഈ പറയുന്ന എന്താണ് ജയശങ്കർ വന്നു കഴിഞ്ഞാൽ ഫോണും കൊണ്ട്. അപ്പോഴത്തേക്കും വേറൊരാൾ നടുക്ക് ക്രോസ് ചെയ്ത് വന്നിട്ട് അപ്പോഴത്തേക്കും ഈ ജയശങ്കർ എന്താണ് അയാളോട് ഈ ഫോട്ടോ എടുത്ത് ഫോണിൽ കൂടെ കാണിച്ചു വെക്കുക ഈ പെണ്ണിനെ എവിടെയും കണ്ടുണ്ട്. അപ്പോൾ അയാൾ ആ ഉത്തരം പറയുമ്പോഴത്തേക്കും ഈ ശാലിനി സംസാരം, കാരണം ശാലിനിയുടെ തൊട്ടടുത്ത് ഞാൻ വളരെ തൊട്ടടുത്ത്. അപ്പോൾ ശാലിനി അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ജയശങ്കർ കാണുന്നു. പക്ഷേ ശാലിനിക്ക് ഓർമ്മ എന്താണ് ശാലിനി നേരെ വീണ്ടും ഈ മധുശ്രീ കാർത്തിക കോൺവെർസേഷനിലെ മുഖഭാവങ്ങൾ എങ്ങനെയാണ് മാറുന്നത് ശാലിനി അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് എന്താണ് ജയശങ്കർ ശാലിനിയുടെയും അതുപോലെ കാർത്തികയൊക്കെ നിൽക്കുന്നതിൻ്റെ മുന്നിൽ കൂടെ തന്നെ പാസ് ചെയ്തങ്ങ് പോവുകയാണ് ശാലിനിയോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാതെ. അതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ? ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.